ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്സ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് റിയാലിറ്റി അറിയിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് പൈ ടോക്കൻ്റെ പ്രൈസ് പ്രഡിക്ഷൻ തന്നെയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു, അപ്പോൾ എനിക്ക് റിപ്പോർട്ട് കിട്ടി, എൻ്റെ വീഡിയോ ഡിലീറ്റ് ആയി. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും തളരാനോ ആക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് നെഗറ്റീവ് കിട്ടിയ ഏറ്റവും നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തായാലും റിയാലിറ്റി പറഞ്ഞു തരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തിയററ്റിക്കലി ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഴയ പോലെ തന്നെ ഈ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് ഇട്ടോ എനിക്കൊന്നും വരാൻ പോകുന്നില്ല, നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്ന് 100% അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ടോക്കൺ സപ്ലൈ എത്രയാണ് ടോട്ടൽ, അതേപോലെ തന്നെ എത്രത്തോളം സപ്ലൈ ആണുള്ളത്, ഇത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരുമോ, എല്ലാവരും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ അടുത്ത് എത്തുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്രത്തോളം ഈ ഒരു ഇങ്ങനെയുള്ള ക്രിപ്റ്റോയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ 6-7 വർഷം മുമ്പ് വന്നിട്ടുള്ളൊരു പ്രൊജക്റ്റ്, 6-7 വർഷം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇപ്പോൾ 6 വർഷമായി ഈ ഒരു പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വന്നത്. അന്നത്തെ ആ കാലത്ത് ഇങ്ങനെ ഒരു നോഡ് ഒരു മൊബൈൽ വഴി യൂസ് ചെയ്ത് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്കൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് 2025 നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഇത് അറിയാൻ തുടങ്ങി, ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ അറിയാൻ തുടങ്ങി, അതേപോലെ തന്നെ മൊബൈൽ വെച്ച് ഇത് ഫാം ചെയ്യാൻ അറിയാൻ തുടങ്ങി. എത്രത്തോളം ടോക്കൺസ് ആണ് നമ്മൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് ടോക്കൺസ് വരുന്നുണ്ട്. അതിപ്പോൾ മീം കോയിൻസ് ആയിക്കോട്ടെ, ഇതേപോലെയുള്ള ആൾ കോയിൻസ് ആയിക്കോട്ടെ, എല്ലാ ടോക്കൺസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈക്ക് ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കുന്നത് എന്തിനാണ്, റിയാലിറ്റി മനസ്സിലാക്കിക്കൂടെ എന്ന് എനിക്ക് കുറേ പേരോട് ചോദിക്കാനുണ്ട്. ഞാൻ പൊട്ടനാണോ എന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റിൽ വന്ന് മെൻഷൻ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ബിറ്റ്കോയിൻ്റെ സപ്ലൈ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? 21 മില്യൺ ടോക്കൺസ് മാത്രമാണ് ബിറ്റ്കോയിൻ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അത് യൂസേഴ്സ് കൂടും, യൂസേഴ്സ് കൂടിയാലും സപ്ലൈ കുറവാണ്. ഇപ്പോൾ 200 മില്യൺ ഇപ്പോൾ ഇന്ന് യൂസേഴ്സ് ഉണ്ടെങ്കിൽ അതിന് വെറും സപ്ലൈ 21 മില്യൺ ടോക്കൺസ് ആണ്. ഈ 21 മില്യൺ ടോക്കൺസ് ഈ ക്രിപ്റ്റോയിൽ പറയുന്ന ആദ്യത്തെ എൻട്രി ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പൈ ടോക്കൺ കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. അത്രത്തോളം ഞാൻ എന്ത് കഴിച്ചു, എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ ബാഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും വീഡിയോ പോയത്, ഇല്ലെങ്കിൽ ഒരുപാട് ഡിസ്ലൈക്ക് ആയിരിക്കും. ആ റീസണൊക്കെ ഞാൻ വിട്ടു. പക്ഷേ ഞാൻ എന്തായാലും വീഡിയോ ഒന്നും ഇനി അങ്ങനത്തെ പ്രൈസ് പ്രഡിക്ഷൻ ഇല്ലെങ്കിൽ റിയാലിറ്റി പറഞ്ഞു തരുന്നൊന്നും നിർത്താൻ പോകുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ടോക്കൺ സപ്ലൈ എന്ന് പറഞ്ഞാൽ 100 ബില്യൺ ടോക്കൺ പയ്യ ടോക്കണാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, അവർ തരാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ 100 ബില്യണിലെ ഒന്നിച്ച് തന്നെ 100 ബില്യൺ പുറത്ത് വിടുമോ? ഏതൊരു പ്രൊജക്റ്റും അങ്ങനെ പുറത്ത് വിടില്ല. ഇത്രത്തോളം പേഴ്സൻറ്റേജ് ആണ് പുറത്ത് വിടുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പുറത്ത് വിടുന്നു എന്ന് അവർ പറയുന്നത് 65% ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു മൈൻ ചെയ്തിട്ടുള്ള യൂസേഴ്സ് എല്ലാവരും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 65% എല്ലാ ആൾക്കാർക്കും ഈ ഒരു ടോക്കൺ ആ സമയത്ത് മാറ്റുമ്പോൾ 5-6 വർഷം മുമ്പ് വന്ന ഒരു പ്രൊജക്റ്റാണ്. കുറേ ആൾക്കാർ ഇത് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കുറേ പേർക്ക് എന്താണ് ഇതിൻ്റെ പാസ്വേഡും അതേപോലെ തന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ മറന്നിട്ട് ചിലവരുടെ അക്കൗണ്ട് പോകും. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഈ ഒരു ICO പ്രൈസ് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഇടയുന്ന ആൾക്കാരുടെ നിന്ന് മേടിക്കുന്നുണ്ട്. ഈ ഒരു ടോക്കൺ എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പിലാണ് വരിക എന്ന് അറിയാതെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ പൈസ കൊടുത്തിട്ട് ഈ ടോക്കണൊക്കെ മേടിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വിറ്റ് നല്ല പൈസ ആക്കിക്കോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഹോൾഡ് ചെയ്ത ഫ്യൂച്ചറിൽ കുറേ പൈസ ആവുമെന്ന് പറയുന്നവർക്കും ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ റീസൺ പറഞ്ഞുതരാം. അപ്പോൾ 10% എക്കോ സിസ്റ്റത്തിലും അതേപോലെ തന്നെ 5% എക്സ്ചേഞ്ച് ലിക്വിഡിറ്റിയിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനം വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സർക്കുലേറ്റിംഗ് സപ്ലൈ കറക്റ്റായിട്ട് പർട്ടിക്കുലർ അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അവരിവിടെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ 800 മില്യൺ ടു 6 ബില്യൺ ടോക്കൺസ് ഒക്കെ ആയിരിക്കും സപ്ലൈ വരാൻ പോകുന്നത്. ഇല്ലെങ്കിൽ അതിനേക്കാളും കൂടാം. മൊത്തം 100 ബില്യൺ ടോക്കൺസ് ആണെന്ന് അവൻ്റെ വൈറ്റ് പേപ്പറിൽ തന്നെ ഈ പൈൻ്റെ ആപ്പ് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യുക, വൈറ്റ് പേപ്പർ കാണാൻ പറ്റും. ആ വൈറ്റ് പേപ്പർ നല്ലോണം സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ടാവും മൊത്തമായിട്ട് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ ടോക്കൺ ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കുറേ ടോക്കൺസ് മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ടോക്കൺസ് മേ ബി 800 മില്യൺ ടു 6 ബില്യൺ വരെ പോകാം. നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള കണക്ക് അറിയണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ലോഞ്ച് ചെയ്യണം. ആൾക്കാർ ഒരുപാട് ഇത് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ സെല്ല് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടോക്കൺ വന്ന ഉടനെ എല്ലാ ആൾക്കാരും സെല്ല് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ നോക്കുകയുള്ളൂ. പിന്നെ കുറേ മഹാന്മാർ എന്ത് ചെയ്യും, ഇത് ഹോൾഡ് ചെയ്ത ഫ്യൂച്ചറിൽ ബിറ്റ്കോയിൻ എത്തും, ഇല്ലെങ്കിൽ മൂണെത്തും, ചന്ദ്രനെത്തും, ഇല്ലെങ്കിൽ എവിടെയും ചൊവ്വയെങ്കിലൊക്കെ എത്തും പറഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും എത്താൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം സപ്ലൈ ആണ് ഇതിനുള്ളത്. ഞാൻ അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലൊരു മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് മാക്സിമം എടുത്താൽ തന്നെ ഇതിനൊരു
ഒരിക്കലും വാല്യൂ കിട്ടില്ല. ചെറിയൊരു തോതിൽ എന്താണ് ടോക്കൺ സപ്ലൈ ഒക്കെ ആണെങ്കിൽ നല്ലൊരു വാല്യൂ കിട്ടും. ഞാനിവിടെ മാക്സിമം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ എനിക്ക് എത്രത്തോളം നെഗറ്റീവാണ് കിട്ടിയത്. അപ്പോൾ 6.04 ബില്യൺ പൈ ടോക്കൺസ് ആയിരിക്കും മേ ബി എല്ലാവർക്കും ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞത് 100 ബില്യണും സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് 800 മില്യൺ ടു 6 ബില്യൺ ഒക്കെ ആണെങ്കിൽ നമുക്കിതിൽ എത്രത്തോളം യൂസേഴ്സ് ഉണ്ട്? 47 മില്യൺ യൂസേഴ്സ് ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനുണ്ട്. 47 മില്യൺ യൂസേഴ്സ്. ബിറ്റ്കോയിൻ അന്ന് ചെറിയൊരു സപ്ലൈ ആയിട്ട് വന്നിട്ട് ഇന്നാണ് 200 മില്യൺ യൂസേഴ്സ് ആയത്. എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു ടോക്കൺ ഈ ഒരു പൈ നെറ്റ്വർക്കിൽ 47 മില്യൺ ഉണ്ട്. ഇത് ഈസി ടു യൂസ് ആണ്, മൊബൈലിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊരു റൂമർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കടകളിലും ഇല്ലെങ്കിൽ പല ആപ്പുകളിലും ഇല്ലെങ്കിൽ കുറേ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് പൈ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം. നിങ്ങളുടെ ഒറ്റ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ കോയിൻ സ്റ്റേബിൾ ആയിരിക്കണം. ഇത് വെറും ആൾ കോയിനാണ്. ഇതിന് നല്ല രീതിയിൽ തന്നെ വാല്യൂ കുറയാനും കൂടാനും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേബിൾ കോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ USDT, USDC, അതേപോലെ തന്നെ ഗോൾഡ്, അങ്ങനെയുള്ളതൊക്കെ ചെറിയ ചെറിയ വാല്യൂ പതുക്കെ കൂടുന്നതും അതേ വാല്യൂ തന്നെ കുറേ കാലം നിലനിൽക്കുന്ന കോയിൻസിനെയാണ് ഈ സ്റ്റേബിൾസ് കോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗവൺമെൻറ് ഇല്ലെങ്കിൽ അവിടെ ഈ പ്രൊജക്റ്റ് US-ൻ്റെ ആണ്, അതൊക്കെ നല്ല കാര്യം തന്നെ. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് സ്റ്റേബിൾ കോയിൻ അല്ലാതെ ഒരു ആൾ കോയിനെ എടുത്തിട്ട് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ മാർക്കറ്റിനും ബിസിനസ്സിനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വെച്ച് ചെയ്യുമോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ഇന്നൊരു ഞാൻ 100 രൂപേൻ്റെ സാധനം മേടിച്ചിട്ട് നാളെ ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ട് 10 രൂപയായി എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നിങ്ങളത് അങ്ങനെ വെറുതെ ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ചിന്തിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഇതിനൊരു സ്മാൾ ആയിട്ടുള്ള ഒരു ആക്റ്റീവില് കുറച്ചായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൽ പാസ്വേഡ് മറന്ന കുറേ ആൾക്കാരുണ്ട്, KFC കംപ്ലീറ്റ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് അയക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയാത്ത കുറച്ച് പേരുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാറ്റി വെച്ചാലും നമുക്ക് ഇത്രത്തോളം സപ്ലൈ വരില്ല. 100 ബില്യണിൽ നിന്ന് 6 ബില്യൺ സപ്ലൈ എന്ന് പറയുന്നത് ചെറുതാണ്. അതിനേക്കാളും കൂടുതൽ സപ്ലൈ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാവരും മട്ടത്തിൽ മൂഞ്ചിന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എന്താണ്, ഒരു 800 മില്യൺ സപ്ലൈക്ക് ആണെങ്കിൽ നമുക്കിവിടെ അവർ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ ടോക്കൺസ് ആണ്. 100 ബില്യൺ ടോക്കൺസ് നമുക്കിവിടെ ആദ്യം തന്നെ എടുക്കണ്ട. ഞാനൊരു 800 മില്യൺ സപ്ലൈ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു മാർക്കറ്റ് ക്യാപ്പ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ പറയുന്നത് ഏതൊരു ആൾക്കോയിനും വന്ന ഉടനെ എന്താണ് 1 ബില്യണോ 2 ബില്യണോ 5 ബില്യണോ 6 ബില്യണോ 7 ബില്യണോ 15 മില്യൺ ഫണ്ടിങ് ഒക്കെയാണ് ഈ ഒരു പോയിനറിന് ഉണ്ട് എന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് എവിടെന്നെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ന്യൂസ് ആണോ? ഒരിക്കലും അല്ല. ഈ ടോട്ടൽ ഒരു കമ്പനി ഇല്ലെങ്കിൽ ഒരു ടോട്ടൽ പോയിനർ ഇല്ലെങ്കിൽ ഒരു ടോട്ടൽ ബ്രൗസർ വാലറ്റ് എല്ലാത്തിനെയും കൂടിയിട്ട് അവർ ടോട്ടലായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സും എല്ലാവരും ചെയ്തിട്ടുള്ള ഫണ്ടിങ്ങിൻ്റെ കണക്കായിരിക്കണം ഈ 15 മില്യൺ എന്ന് പറയുന്നത്. 75 മില്യൺ ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തു എന്നുള്ളൊരു കണക്കിൻ്റെ ഭാഗത്താണ് ഈ 15 ബില്യൺ ഫണ്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, ജനറേറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞത്. അല്ലാതെ അവൻ്റെ കമ്പനി 15 ബില്യൺ ഫണ്ട് ഇതിൽ കൊടുത്തോ? ഏതൊരാൾക്കോയിനും നിങ്ങൾ എടുത്തു നോക്കിയോ, ഫസ്റ്റ് ചെറിയൊരു മാർക്കറ്റ് ക്യാപ്പിൽ വന്നിട്ട് അതിൻ്റെ സ്ട്രാറ്റജികളും അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ട് അത് ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യുക ചെയ്തിട്ടാണ് അത് ബില്യണും ട്രില്യണുമായി മാറുന്നത്. അപ്പോൾ ബില്യൺ ആയിട്ടുള്ള ഇപ്പോൾ XRP നിങ്ങൾ എടുത്തോ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൊലാന എടുത്തോ, ETH എടുത്തോ, ഇപ്പോഴും ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ്. 15 ബില്യണൊക്കെ അത് മാർക്കറ്റ് ക്യാപ്പിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മേ ബി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അതൊക്കെ വളരെ 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 വലിയൊരു മാർക്കറ്റ് ക്യാപ്പാണ്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ ETHും സോളും ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് മാർക്കറ്റ് ക്യാപ്പും ഇതിൻ്റെ ഫസ്റ്റ് വാല്യൂ നിങ്ങൾ എത്രയാണെന്ന് നോക്കണം. അങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അത് ഇപ്പോൾ ഉള്ള വാല്യൂവിൽ എങ്ങനെയാണ് വന്ന് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ഒരു 800 മില്യൺ എടുത്ത് ഇത് ഇന്നലത്തെ കണക്ക് തന്നെയാണ്. 0.12 USDT നിങ്ങൾക്ക് മാക്സിമം കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൂടണമെങ്കിൽ അവൻ്റെ കമ്പനി തന്നെ വിചാരിക്കണം അവർ 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ്, ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അവർ 1 ബില്യൺ തരണ്ട, 15 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് തന്നാലും ഈ 100 ബില്യൺ ടോക്കൺ സപ്ലൈയിൽ നിങ്ങൾക്ക് എത്ര വാല്യൂ ആയിരിക്കും കിട്ടുക? 0.01 എന്ന് പറഞ്ഞിട്ടുള്ള 0.015 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോളർ മാത്രമാണ് ഒരു പൈ ടോക്കണിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മാർക്കറ്റ് ക്യാപ്പ് 1 ബില്യൺ വെച്ചിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഒരു 1 ബില്യണൊക്കെ ആയ കുറച്ച് നല്ലതല്ലേ? പക്ഷേ എന്നാലും അവിടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 0.01 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻസറിലേക്കാണ് നമുക്ക് വരിക. അപ്പോൾ ഈ 1 ബില്യൺ ഇനിയിപ്പോൾ ഇവിടെ 15 ബില്യൺ കടന്നു എന്ന് പറഞ്ഞാൽ $1 മേ ബി വരാം. എന്ന് പറഞ്ഞാൽ മേ ബി 0.15 ആയിരിക്കും വരിക. 15 രൂപയായിരിക്കും ഒരു ടോക്കൺ വരിക. 15 ബില്യൺ ഫണ്ട് അവൻ്റെ കമ്പനി വന്ന ഉടനെ തന്നെ ആ ടോക്കണിൽ ഇട്ടിട്ട് കുറേ ആൾക്കാർ സെല്ല് ചെയ്യാൻ വെയിറ്റ് ചെയ്തിട്ട് അവൻ്റെ ആ മാർക്കറ്റ് ക്യാപ്പൊക്കെ കുറയ്ക്കാൻ അവർ
നോക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഇനി കുറച്ച് പേരുടെ ഉള്ള ഡൗട്ട്, ഇതിന് IOU എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസും IGC എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസൊക്കെ ഒരുപാടാണല്ലോ ബ്രോ, അതൊക്കെ അപ്പം എന്താണ്, സത്യമല്ലേ? അങ്ങനെയുള്ളൊരു ചോദ്യമാണ് പറയുന്നത്. IOU എന്ന് പറഞ്ഞാൽ ഐ ഓൺ യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇൻ ക്രിപ്റ്റോ മീൻസ് പ്ലേസ് ഹോൾഡർ ടോക്കൺ ദാറ്റ് റെപ്രസെൻറ്റ് റിയൽ അസെറ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ആക്ച്വൽ ടോക്കൺ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ടോക്കൺ ലോഞ്ച് ആകുന്നതിന് മുമ്പ് ഓരോരോ ആൾക്കാർ എന്ന സ്പെക്ടാക്കുലർ വാല്യൂ എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിന് പ്രിഡിക്റ്റ് ചെയ്യുകയാണ്, അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വാങ്ങുക, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും വരിക, നിങ്ങളത് വാങ്ങിയെന്ന് പറഞ്ഞത് ഫ്യൂച്ചറിൽ നല്ല 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 വാല്യൂയിലേക്ക് എത്തും. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ അതിൻ്റെ ആ കയ്യിലുള്ള ഹോൾഡിലുള്ള ടോക്കൺസ് ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ IOU ഈസ് എ പൈ നെറ്റ്വർക്ക് കേസ്. സം എക്സ്ചേഞ്ചർ ലൈക്ക് ബിറ്റ്മാർട്ടിൽ വരുന്ന വാല്യൂ പോലും ഫേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചിൽ വരുന്ന വാല്യൂ ഒക്കെ ഫേക്കാന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. മേജറായിട്ട് ഈ ഒരു പൈക്കോയിൻ എവിടെയാണ് ലിസ്റ്റ് ആവുന്നത് എന്ന് ചോദിച്ചു നിന്നാൽ ഒന്ന് OKXും ബിറ്റ്ഗെറ്റ് അതേപോലെ തന്നെ മെക്സി അങ്ങനെയുള്ള ഭയങ്കര അൺപോപ്പുലർ ആയിട്ടുള്ള കുറേ എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നല്ല എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയാൽ കുറേ പേര് പറയുന്ന എക്സ്ചേഞ്ച് ഒന്നും മാറ്റർ അല്ല, നല്ല എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയാൽ മാത്രമാണ് ഇതിന് നല്ല ട്രേഡിംഗ് നടക്കുകയുള്ളൂ. നല്ല ട്രേഡിംഗ് നടത്തിയാൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫ്യൂച്ചറിന് ഇത് നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മീനിങ് ദേ ആർ ട്രേഡിംഗ് പ്രോമിസസ്, ഇതിൻ്റെ ഒരു ടോക്കൺസ് ഒന്നും റിയൽ അല്ല നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് IOU ടോക്കൺ കനോട്ട് ബി വിഡ്രോൺ ടു ദ പൈ നെറ്റ്വർക്ക്. യു ആർ നോട്ട് റിയൽ പൈ കോയിൻസ്, ദേ ആർ നോട്ട് റിയൽ പൈ കോയിൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂ കണ്ടു എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ദ ആക്ച്വൽ പൈ പ്രൈസ് വിൽ ബി ഡിറ്റർമൈൻ ഓൺലി ആഫ്റ്റർ ഒഫീഷ്യൽ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വെൻ ദ മെയിൻ നെറ്റ് ഈസ് ഓപ്പൺ. അപ്പോൾ എപ്പോഴാണ് അറിയുക, ഫെബ്രുവരി 20 മാത്രമാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നിങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ പറയുന്ന പ്രൈസ് ഏറ്റവും മാക്സിമം പോയി എന്ന് പറഞ്ഞാൽ 0.15ഉം ഏറ്റവും കുറവ് പോയി എന്ന് പറഞ്ഞാൽ 0.0016ഉം ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് മാറ്റം വരില്ല. മാറ്റം വന്നാൽ നിങ്ങൾ എന്നെ തന്തയ്ക്കും അമ്മയ്ക്കും എല്ലാത്തിനും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊണ്ട് എന്നെ വിളിച്ചോ. അപ്പോൾ KTKV ഇഫ് യു ആർ, ഇനിയിപ്പോൾ ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു കീ പറഞ്ഞുതരാം. ഇഫ് യു ആർ ബൈയിങ് എ IOU, നിങ്ങളൊരു IOU ഇല്ലെങ്കിൽ ഒരു ഹൈ പ്രൈസ് കൊടുത്തിട്ട് ഈ പൈ ടോക്കൺ വാങ്ങാന്നുണ്ടെങ്കിൽ യു ആർ ഓൺലി ബൈ എ സ്പെക്യുലേറ്റീവ് കോൺട്രാക്ട് നോട്ട് ആക്ച്വൽ പൈ. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് IOU, അതേപോലെ തന്നെ എന്താണ് ഈ IGC എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ IGC എന്ന് പറയുന്ന IOUൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ IGCൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇൻറ്റേർണൽ ഗ്രോത്ത് കോയിൻ. അപ്പോൾ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാർ ഈ കോയിന് നല്ല രീതിയിൽ തന്നെ ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ്പിൽ വരും. അവിടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതും കൂടി ഞാൻ കാണിച്ചു തരാം. എന്താണ് ആ കോയിൻ വാങ്ങുന്ന സമയത്ത് അവിടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് കാണാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ അത് ലോഞ്ച് ആയിട്ടില്ല. അവർ പറയുന്ന ഒരു വാല്യൂ ആണ് ഇത്രത്തോളം എന്ന്. അപ്പോൾ അവർ ആരാണ് പൈസ ഉണ്ടാക്കുന്നത്, ആരിനെയാണ് മണ്ടന്മാരാക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ടോക്കൺസ് നിങ്ങൾ വാങ്ങാൻ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ടോട്ടലായിട്ട് ഇനി BTCൻ്റെ സപ്ലൈ ആണ് 21 ബില്യൺ മാത്രമാണ് BTC ഉള്ളത്. അതുകൊണ്ടാണ് അതിന് അത്രത്തോളം പ്രൈസ് കിട്ടിയതെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ 77 USDTയും 80 USDTയും 300 USDTയും ഒക്കെ കുറേ അവിടെ നിന്ന് കാണുന്നുണ്ട്. crypto.coin എന്ന് പറയുന്ന അവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് ഈ 77 UTC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 77 USDT. $70 ഇതിൽ കിട്ടുക എന്നുള്ളൊരു കാര്യമായിരിക്കും ഇവിടെ അവർ കാണിച്ചിട്ടുണ്ടാവുക. അത്രത്തോളം ട്രേഡ്. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അതിൻ്റെ താഴോട്ട് വരിക. അവിടെ മാർക്കറ്റ് ക്യാപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ ഇപ്പം തന്നെ പൂട്ടിയിട്ട് എന്ത് ചെയ്യാം, വീട്ടിൽ മിണ്ടാണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എന്തുകൊണ്ടാണ് കാണുന്നതും കൂടി ഞാൻ പറഞ്ഞുതരാം. ദേ ആർ ലൈക്ക് സീയിങ് ദ പ്രൈസ് ബൈ IOU. ഇതും IOU വാല്യൂ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇതൊരു റിയൽ വാല്യൂ അല്ല. എക്സ്ചേഞ്ചിൽ വരുമ്പോൾ മാത്രമായിരിക്കും ഇത് റിയൽ വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ചിന്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ട്രേഡേഴ്സ് ആർ ട്രൈയിങ് ടു ഗസ് ഓർ സ്പെക്യുലേറ്റ് ഓൺ ദ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ പ്രൈസ് ഓഫ് പൈ ബേസ്ഡ് ഓൺ ഹൈപ്പ്, കമ്മ്യൂണിറ്റി സൈസ് ആൻഡ് പ്രിസൈസ് പൊട്ടൻഷ്യൽ. ദിസ് ഈസ് ഹൈലി സ്പെക്യുലേറ്റീവ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ ആക്ച്വൽ യൂട്ടിലിറ്റി ഓർ ഡിമാൻഡ് ഫോർ ദ പൈ വൺസ് ഇറ്റ് ലോഞ്ച്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇംഗ്ലീഷിലും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നോ റിയൽ ലിക്വിഡിറ്റി, അവിടെ ഒരു റിയൽ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഇല്ല. ദീസ് പ്രീ ലോഞ്ച് പ്രൈസസ് ഹാവ് വെരി ലോ ലിക്വിഡിറ്റി, മീനിങ് ദേ ആർ നോട്ട് മെനി പീപ്പിൾ ആക്ച്വലി ബൈയിങ്. മനസ്സിലായോ? അവിടെ ഒരുപാട് പ്രൈസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ ഒരുപാട് ആ സാധനം വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ആ സാധനം അവിടെ നിന്ന് ട്രേഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അത് ലോഞ്ച് ആയിട്ടില്ലല്ലോ ഒന്നാമത്. അപ്പോൾ ആ സാധനം അവിടെ വാങ്ങാത്ത കാരണം അവിടെ 63 ബില്യൺ അവിടെ ഒരു ടോക്കൺസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ സാധനം വാങ്ങാത്ത കാരണമാണ് ഇതിന് ഒരുപാട് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്, വാങ്ങിയവരൊക്കെ മൂഞ്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എ ഫ്യൂ സ്മാൾ ട്രേഡേഴ്സ് ക്യാൻ ഡ്രാസ്റ്റിക്കലി സ്വിംഗ് ദ പ്രൈസ് മേക്കിംഗ് ഇറ്റ് വെരി അൺറിയലബിൾ. അപ്പോൾ ചെറുതായിട്ടുള്ള കുറച്ച് ട്രേഡേഴ്സ് അത്
നേരത്തെ തന്നെ വാങ്ങിയവർ ഇപ്പോൾ മൂഞ്ചി എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി കോഷ്യസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കേണ്ടത്? നോട്ട് ദ റിയൽ പ്രൈസ്, അതൊരിക്കലും റിയൽ പ്രൈസ് അല്ല. ദ ആക്ച്വൽ പ്രൈസ് ഓഫ് പൈ വിൽ ബി ഡിറ്റർമിൻഡ് ബൈ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആഫ്റ്റർ ദ ഒഫീഷ്യൽ ലോഞ്ച് വെൻ ദ പൈ നെറ്റ്വർക്ക് ട്രാൻസിഷൻ ടു ദ ഓപ്പൺ മെയിനെറ്റ്. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരിക? ഫെബ്രുവരി 20 ആക്ച്വൽ പ്രൈസ് വരിക. അത് 15 ബില്യൺ നിങ്ങൾ പറഞ്ഞ മാർക്കറ്റ് ക്യാപ്പ് ആയിക്കോട്ടെ, 100 ബില്യൺ ടോക്കൺ സപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും 15 രൂപയായിരിക്കും ഒരു ടോക്കൺ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപാട് റിസ്ക് ആൻഡ് സ്കാം ഉണ്ട്. ഈ പൈ എന്ന് പറയുന്നത് ഒരുപാട് മുമ്പ് തന്നെ അവൻ്റെ കമ്പനി വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് നെഗറ്റീവ് കിട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ റിയാലിറ്റി അല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ റിയാലിറ്റി പറഞ്ഞില്ല, നീ പറയുന്നതൊക്കെ തെറ്റാടാ എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് റീസൺ എന്ന് താഴെ വന്ന് പറയണം. എന്നാൽ മാത്രമാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അംഗീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ലോ ലാ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ണിക്കണ്ട ആൾക്കാരുടെ നിന്ന് ഞാൻ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു $10 കാര്യങ്ങളൊക്കെ ഇത് വാങ്ങുകയാണ്, $3-4-5 നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് വാങ്ങാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തു. ഇതിൻ്റെ വാല്യൂ ഒക്കെ വന്ന ഉടനെ എല്ലാവരും സെല് ചെയ്ത് വീണ്ടും കുറയും. പിന്നെ അവർ പതുക്കെ വീണ്ടും ടോക്കൺ സപ്ലൈ തരും. ഈ പതുക്കെ ടോക്കൺ സപ്ലൈ തരുമ്പോൾ വീണ്ടും ഇതിൻ്റെ വാല്യൂ കുറയും. ഫ്യൂച്ചറിലേക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ ഈ കാലത്ത് മാർക്കറ്റിൻ്റെ കാലത്ത് ഒരുപാട് ടോക്കൺ ഇറങ്ങുന്ന ഈ സമയത്ത് ഇതിന് നല്ല വാല്യൂ കിട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്കൊരു ഗസ്സും ഇല്ല. ഇല്ലെങ്കിൽ മേ ബി കിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് താഴെ വന്ന് പറയുന്നത് വെയിറ്റ് ആൻഡ് സീ എന്നാണ് ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. കമൻറ്റിൽ വന്നിട്ട് പറയുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുമ്പോൾ നേരെ ഫോക്കസ് ചെയ്ത് ഇതൊക്കെ കറക്റ്റാണോ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളൊരു കാര്യം നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ പൈ ടോക്കൺ എങ്ങനെയാണ് നിങ്ങൾക്കിത് വേറൊന്നിലേക്ക് അയക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ KYC നിങ്ങൾക്ക് ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ 256 ദിവസം ഇനിയും കൂടുതലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ആൾക്കാർ ഇതിൻ്റെ ഈ ഒരു ന്യൂസൊക്കെ കണ്ട് വീണ്ടും ഹൈപ്പ് കയറി ഈ സാധനത്തിലൊക്കെ ഓപ്പൺ ചെയ്ത് അയാളുടെ കയ്യിൽ കുറേ ടോക്കൺസ് ഉണ്ടെങ്കിൽ അയാൾ ഈ KYC കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും വിറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത ആൾക്കാരുടെ വാല്യൂ കുറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് പറഞ്ഞു. ഇതിൽ എവിടെയാണ് KYC കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരെ ഈ മെനു സെഷനിലേക്ക് വരിക. ഇവിടെ മെയിൻ നെറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇവിടെ കുറച്ച് ടാസ്ക് ഉണ്ടാവും. അവൻ്റെ പൈ വാലറ്റ്, പൈ ബ്രൗസർ, അങ്ങനെയുള്ള അവൻ്റെ കുറേ മീഡിയാസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ അവർ എന്ത് ചെയ്യണം, നിങ്ങളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കും. അതൊക്കെ ഒരു തന്ത്രം മാർഗ്ഗമാണ്, എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ 4.45 ഉണ്ട്. ഞാൻ ഒരിക്കലും പൈ ഒന്നും ചെയ്തിട്ടില്ല. 5-6 വർഷം മുമ്പ് ഞാൻ വല്ല സ്കൂളിലൊക്കെ അവിടെ പഠിക്കുകയായിരിക്കും. ഇപ്പോൾ ആ കാലത്തൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളെക്കാളും തലമൂത്ത ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റീസെൻ്റ്ലി കയറിയ ആൾക്കാരാണെങ്കിൽ ഈ KYC കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. 243 ദിവസം ഇനി അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുമായിരിക്കുമെങ്കിൽ കിട്ടട്ടെ. ഇപ്പം ഞാനിവിടെ പറഞ്ഞ വാല്യൂ തന്നെ ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്ര ടോക്കൺസ് ഉണ്ടെന്നും കൂടി നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. എനിക്കിവിടെ ഒരു 1000 ടോക്കൺസ് ഉണ്ടെങ്കിൽ 0.15 എന്ന് പറഞ്ഞ വാല്യൂയിൽ വന്നാൽ നിങ്ങൾക്ക് $8000 കിട്ടും. അതൊന്നും ചെറിയൊരു കാര്യമല്ല, നല്ലൊരു ഇത് തന്നെയാണ്. പക്ഷേ 1000 ടോക്കൺസും 80,000 ടോക്കൺസും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 500 ഉണ്ട്. 500 ഉണ്ടെങ്കിൽ 0.15 എന്ന് പറഞ്ഞാൽ $75 കിട്ടും. ഈ 500 കിട്ടാൻ നിങ്ങൾ ഒരുപാട് കളിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടോക്കൺസ് എത്ര ഉണ്ടെന്നും കൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. എത്രത്തോളം ആൾക്കാർക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും. ഇതുമല്ലാതെ ഈ ടോക്കൺ വളരെയധികം വീണ്ടും വാല്യൂ കുറഞ്ഞു. ഇപ്പോൾ ഒരു 10,000 ടോക്കൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ടോക്കണൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരുപാട് വാല്യൂ കുറഞ്ഞിട്ടാണ് കിട്ടുള്ളൂ. 1.5 വാല്യൂലൊക്കെ ആണെങ്കിൽ $150 കിട്ടും. അതല്ലാതെ ഞാൻ പറഞ്ഞ 0.12 ഇല്ലെങ്കിൽ 1.6 എന്നുള്ള വാല്യൂലാണെങ്കിൽ $16 നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ വേണ്ട എന്ത് ചെയ്യുക, എന്നെ തെറി വിളിച്ചു അല്ലെങ്കിൽ വിത്ത് റീസൺ തെറി വിളിക്കണം. എന്നാൽ മാത്രമാണ് അതൊരു ഉപകാരമുള്ളൂ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് കയറുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് കൊടുക്കുക. അതേപോലെ തന്നെ കുറേ ലൂട്ട്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ലൂട്ട്സിലൊക്കെ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഏഞ്ചൽ വണ്ണിൻ്റെ ലൂട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതേപോലെ പല ലൂട്ടുകളും ഉണ്ട്. അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ഇത് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് അവൻ്റെ ഈ ഒരു UPI ID കൊടുക്കണം. എവിടേക്കാണ് പൈസ വരേണ്ടത് എന്നുള്ളൊരു കാര്യം കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ GPay ഉണ്ട്. ഈ GPay നിങ്ങൾ എടുക്കുക. GPay എടുത്തും കൊണ്ട് അവിടെ നിങ്ങളുടെ UPI ID എവിടെ കിടക്കുന്നത് പറഞ്ഞാൽ പ്രൊഫൈൽ സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇമേജ് പോലെ കാണും, സ്കാനിൻ്റെ കോപ്പി കാണും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ UPI ID ഒന്ന് പേസ്റ്റ് ചെയ്യുക. UPI ID പേസ്റ്റ് ചെയ്തിട്ട് ഇത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് പൈസ വേണം നിങ്ങൾ ചെയ്താൽ മതി. അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്താൽ എനിക്കും പൈസ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ വൈഫൈ കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ലോഡ് ആവില്ല. വൈഫൈ കണക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് പോകുന്നത് പ്ലേ സ്റ്റോറിക്കാണ്. ഇപ്പോൾ മേ ബി കൂടുതൽ ആൾക്കാരും വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ ലോഡ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും എനിക്ക് ലോഡായി.
എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അത്രത്തോളം ഹൈലി ഇൻ്റർനെറ്റ് സ്പീഡാണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ പ്ലേ സ്റ്റോറിൽ പോകും, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യുക. SIP ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഫ്രീ, ഒരു ഫീസും ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏഞ്ചൽ വൺ. ഇതിൽ അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 170 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ട്രാക്കിംഗ് ആയിട്ട് 1 രൂപ കിട്ടും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 170 രൂപയാണ്. നിങ്ങൾക്ക് 170 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് 160 രൂപ കിട്ടും. അപ്പോൾ ഇന്നലെ തന്നെ 2 ആൾക്കാർ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ റൂട്ട്സ് ഉണ്ട് അവിടെ, അപ്പ് സ്റ്റോക്സ്, അതേപോലെ തന്നെ ഈ ഒരു ബജാജിൻ്റെ എലിജിബിലിറ്റി, അതേപോലെ തന്നെ HDFCൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതിനൊന്നും പൈസ മുടക്കില്ല. പൈസ മുടക്കില്ലാത്തൊക്കെ ആദ്യം ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതേപോലെയുള്ള പൈസയൊക്കെ കയറും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ടെലിഗ്രാം ചാനലൊക്കെ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. പേടിഎമ്മിൻ്റെ മണി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്തതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് എന്താണ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. എനിക്കിവിടെ പേടിഎം ഉണ്ടോ, ലൂട്ട് ക്യാമ്പയിൻ ഒഫീഷ്യൽ ചോയ്സ് റെഫറൻസ്, ലൂട്ട് ക്യാമ്പയിൻ പേടിഎം മണി റെഫർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് 150 കയറി ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് 250 രൂപ കയറി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള എന്താണ് ഈ ലൂട്ടൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എന്തായാലും അറിയിക്കാം. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ഈ വീഡിയോയിൽ പറയാൻ വന്നിരിക്കുന്നത്, ഈ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബിറ്റ്കോയിൻ അല്ല, ചന്ദ്രനല്ല, ചൊവ്വ എത്താൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക. ബിറ്റ്കോയിൻ 21 മില്യൺ സപ്ലൈ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു പൈക്കോയിൻ പറഞ്ഞാൽ 100 ബില്യൺ ടോക്കണാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതിന് എത്രത്തോളം മാക്സിമം മാർക്കറ്റ് ക്യാപ്പ് 1 ട്രില്യൺ ഒക്കെ ഇപ്പം തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ കമ്പനി മൊത്തമായിട്ട് വിൽക്കണം. വിറ്റാലും അത്ര കാശ് കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചെറിയൊരു മാർക്കറ്റ് ക്യാപ്പിൽ വന്ന് ചെറിയൊരു വാല്യൂവിൽ വന്നിട്ട് അവൻ്റെ ഫ്യൂച്ചറിൽ വരുന്ന ഓരോരോ കാര്യങ്ങളും ഈ വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇത് സ്റ്റേബിൾ ആയിട്ട് ഒരു യൂട്ടിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഇത് സ്റ്റേബിളായിട്ട് യൂസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നും ഒരു ചുക്കം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക. എന്നെ എത്ര നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, സത്യങ്ങൾ പറയാൻ മാത്രമാണ് ഈ ചാനലുള്ളത്. ഇതിലിപ്പോൾ എൻ്റെ അറിവുകേടാണെങ്കിൽ ഞാനത് എന്ത് ചെയ്യാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അത് തിരുത്താനും ഞാൻ എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.